ഏത് ഡയറ്റാണ് ബെസ്റ്റ് എന്നതിനേക്കാളും കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് പാലിക്കുക എന്നുള്ളതാണ്. സർ പലതരത്തിലുള്ള ഫാസ്റ്റിങ്സ് ഉണ്ടല്ലോ, കീറ്റോ ഡയറ്റ്, നോർമൽ ഡയറ്റ് പോലെ. ഇതിൽ ഏതാണ് സർ ഒബിസിറ്റിക്ക് ഏറ്റവും നല്ലത്? നമ്മൾ ആക്ച്വലി ഏത് ഡയറ്റാണ് ബെസ്റ്റ് എന്നതിനേക്കാളും കറക്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡയറ്റ് പാലിക്കുക എന്നുള്ളതാണ്. ഇന്ന ഡയറ്റ് എന്നുള്ളതില്ല. ഓരോരുത്തരുടെ മെറ്റബോളിസം വ്യത്യാസം കാണും, ഓരോ മനുഷ്യനും. അപ്പോൾ നമ്മുടെ മെറ്റബോളിസത്തിനനുസരിച്ചുള്ളൊരു ഡയറ്റ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒരു ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. ഒന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ആണ്. നമ്മൾ സാധാരണ അഡ്വക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഒരു കാലറി ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു മനുഷ്യൻ്റെ ഒരു റിക്വയർമെൻറ്റ്, ഒരു ബോഡി വെയിറ്റ് അനുസരിച്ച്, ഐഡിയൽ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഇത്രമാത്രം കാലറി വേണമെന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള കാലറി മാത്രം നമ്മൾ എടുക്കാവുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ കാലറി ഇൻടേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിൻ വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നമ്മൾ വേണ്ടതിലും കുറവ് കാലറി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പൊതുവെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ലോ കാലറി ഡയറ്റ് ഒരു 900 കിലോ കാലറി മുതൽ 1200 കിലോ കാലറി ഡയറ്റാണ് യൂഷ്വലി പറയുന്നത്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാലറീസ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഡയറ്റിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രോട്ടീൻ. അപ്പോൾ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പ്രോട്ടീനാണ് നമ്മുടെ മസിലിൻ്റെ ബിൽഡപ്പിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഘടകം. അപ്പോൾ പ്രോട്ടീൻ ആവശ്യത്തിന് കഴിക്കുകയാണെങ്കിൽ, പ്രോട്ടീൻ നന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മസിൽസ് ബൾക്ക് ചെയ്യാനും, അതുപോലെ മസിൽസ് കൂടുതൽ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഫാറ്റിൻ്റെ മെറ്റബോളിസവും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ കാലറിയുടെ മെറ്റബോളിസവും എല്ലാം കൂടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ കാലറി കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ എടുക്കുകയും പിന്നെ ആവശ്യത്തിന് ഫൈബർ എടുക്കാം. ഫൈബർ എടുക്കുന്നതിന് നമ്മുടെ ഡയറ്റ് ഫുള്ളായിട്ട്, നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിർത്തണം എന്നൊരു സിഗ്നൽ വരുമല്ലോ. യൂഷ്വലി ഫൈബർ കഴിച്ചു കഴിയുമ്പോൾ, ഫൈബറുള്ള ഡയറ്റ് കഴിക്കുമ്പോഴാണ് നമ്മൾ വയറ് നിറയുന്ന ഒരു ഫീലിംഗ് വരുന്നതും നമുക്ക് നിർത്താൻ തോന്നുന്നത്. അപ്പോൾ ഇത് എല്ലാ ഘടകങ്ങളും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഞാൻ ഒരു ഡയറ്റിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമുക്ക് വേണ്ടത്. കാലറീസ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ആവശ്യത്തിന് പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബേഴ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ഡയറ്റാണ് നമുക്ക് വേണ്ടത്.